ഞാൻ വളരെയധികം സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ വിസാറ്റ് വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് പേലോഡിനെ PSLVയുടെ 4th സ്റ്റേജിൽ ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ ആക്ച്വൽ PSLVയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ഇന്ത്യയുടെ 60ാമത്തെ PSLV ദൗത്യമാണ്. ഇനി ഇതിനകത്ത് മറ്റ് പ്രൊസീജിയറുകളൊന്നുമില്ല. എല്ലാം സക്സസ്ഫുള്ളായി. ഇനി ജാനുവരി 1-ാം തീയതി 2024 ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡിൽ നിന്ന് ഇത് ചരിത്രം കുറിക്കാനായിട്ട് ബഹിരാകാശത്തേക്ക് പോവുകയാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ് സാറ്റലൈറ്റും ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ ലെഡ് സാറ്റലൈറ്റുമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഇങ്ങനെ വിമൻ ലെഡ് വിമൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിരിക്കും വിസാറ്റ്. ഇത് 2018 മുതൽ തുടങ്ങിയ നീണ്ട ഒരു 5 വർഷത്തെ വളരെ ശ്രമകരമായ ഒരു മിഷനാണ്. ഇതിനിടയ്ക്ക് ഒത്തിരി കൺഫ്യൂഷനുകൾ ഉണ്ടായിരുന്നു, ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. പല ബാച്ച് സ്റ്റുഡൻസ് മാറിയും വന്നും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നടക്കുമ്പോൾ ഒന്ന് പലപ്പോഴും സംശയം തോന്നി. ഇതിനിടയ്ക്ക് ഒത്തിരി പ്രൊസീജിയറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റേജും സക്സസ്ഫുള്ളായിട്ട് പടിപടിയായിട്ട് കടന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഓരോ ബാച്ചും പാസ്ഔട്ടായി പോകുമ്പോൾ ആ ഫയർ ഒട്ടും ചോരാതെ ഒരു റിലേക്ക് ബാറ്റൺ കൈമാറുന്നത് പോലെ അടുത്ത ബാച്ചിന് കൊടുക്കുകയും അടുത്ത ബാച്ച് അത് വീണ്ടും അത്രയും എക്സൈറ്റ്മെൻറ്റോടെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും ആ ശ്രമം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ 3 ബാച്ചുകൾ റിലേക്ക് ബാറ്റൺ കൈമാറുന്നത് പോലെ ഈ മിഷൻ കൈമാറി അത് ഏറ്റവും സന്തോഷത്തോടെ അത് വർക്ക് ചെയ്ത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലെത്തിച്ചു. അങ്ങനെ ഇപ്പോൾ 4ാമത്തെ ബാച്ചാണ് ഈ വിസാറ്റ് പ്രോജക്റ്റുമായിട്ട് നിൽക്കുന്നത്. നവംബർ ലാസ്റ്റ് അപ്പോൾ നമ്മുടെ പേലോഡ് വിസാറ്റിൻ്റെ എല്ലാ എൻവയോൺമെൻറ്റൽ ടെസ്റ്റും പാസ്സായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോഞ്ചിന് കൊണ്ടുപോകുന്ന പ്രോസസ്സ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ഈ ഡേറ്റ്സ് ഒന്നും കറക്റ്റായിട്ട് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എപ്പോൾ പോകണം എന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യണം അതൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാന നിമിഷം ആയപ്പോഴാണ് ഇങ്ങനെ ഒരു 20th മോർണിംഗ് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ നോക്കി. അപ്പോഴേക്കും കിട്ടത്തില്ല. പെട്ടെന്ന് ബുക്ക് ചെയ്യുമ്പോൾ എന്തായാലും ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലൈറ്റിൽ പോകാമെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് അവരെടുക്കുന്നുണ്ട്, സേഫ്റ്റി അത് കാരണം നമുക്ക് ഈ പേലോഡ് കൊണ്ടുപോകാൻ പറ്റുമോ അതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാറിൽ നമ്മൾ ഓടിച്ച് പോവുക, ഈ 1000 കിലോമീറ്റർ ഓടിച്ച് പോവുക എന്നുള്ള മാത്രമേ ഒരു പോസിബിൾ സൊല്യൂഷൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 19th ഒരു ന്യൂണൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ റിസ്ക് തന്നെയാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെ, എന്ന് വെച്ചാൽ ഈ പേലോഡ് എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതിൽ എന്തെങ്കിലും ചെറിയൊരു കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഭാഗത്തുള്ള വലിയൊരു തെറ്റായി പോകും. അതൊക്കെ മറികടന്ന് അവിടെ എത്തണം എന്നുള്ള ഭയങ്കര ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഒരു ബേബീനെ പോലെ അത് കൊണ്ട് നടക്കുമായിരുന്നു. നമ്മൾ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്തപ്പോഴും അത് നമ്മൾ ഹോട്ടൽ നമ്മുടെ അടുത്ത് നമ്മുടെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അത്. എന്നിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഭയങ്കര സേഫ്റ്റിയോടെയായിരുന്നു നമ്മളത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ പേലോഡ് എന്ന് പറയുന്നത് നമ്മുടെ സീനിയേഴ്സ് തുടങ്ങി വെച്ചൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് അവിടെ എത്തിക്കണമെന്ന് അത് പ്രോപ്പർ ഒരു കേടുപാടും പറ്റാതെ അവിടെ എത്തിക്കണമെന്നുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലുള്ള അവരുടെയും കൂടെ ഒരു ഡ്രീമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതവിടെ അത്രയും സേഫായിട്ട് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. 20th ഒരു ഈവനിങ് ആയപ്പോൾ നമ്മളവിടെ എത്തി, ഷാറിലെത്തി. അവിടെ ചെന്നിട്ട് എന്തായാലും എല്ലാവർക്കും അറിയായിരിക്കും VSS ചെയ്യുമ്പോൾ അത്രയ്ക്കും അവർ സേഫ്റ്റി നോക്കും. അങ്ങനെ പല നമ്മുടെ ചെക്കിംഗ് ഒക്കെ പലതായിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 ഗേറ്റ് ക്രോസ് ചെയ്തൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഗേറ്റ് ചെന്നപ്പോൾ നമുക്ക് അവിടെ PRO അവിടെ നമ്മൾ അറിഞ്ഞിരുന്ന 4:35 വരെ വർക്ക് ചെയ്യത്തുള്ളൂ എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 4 അടുപ്പിച്ചായി. അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും നമുക്ക് അവിടുത്തെ ലാംഗ്വേജ് അത്രത്തോളം അറിയത്തില്ല. ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. അവിടെ തെലുങ്ക് ആയിരുന്നു ആൾക്കാർ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഒരു സാർ ഉണ്ടായിരുന്നു, ആ സാർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവിടുത്തെ PRO വരുന്ന ഓഫീസിലെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പാസ് കിട്ടി. നമ്മൾ പുറത്ത് സെക്യൂരിറ്റി ചെക്കിങ് അവിടെ പോയപ്പോഴേക്കും കാറിൻ്റെ പാസിൻ്റെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് തിരിച്ചു പോയി കാറിൻ്റെ പാസ് എടുത്തു, മാമിൻ്റെ ലൈസൻസ് അതെല്ലാം കാണിച്ചു, വീണ്ടും തിരിച്ചു പോയി. അപ്പോഴേക്കും പിന്നെ അവിടെ ചെന്ന് നമ്മൾ 3 പേരുടെ ലാപ്ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാപ്ടോപ്സ്, പെൻ ഡ്രൈവ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ കയറ്റാൻ പറ്റത്തില്ല. അവരുടെ സേഫ്റ്റി അവർ നോക്കിയിട്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു ലിസ്റ്റായിട്ട് എന്തൊക്കെ സാധനം അകത്ത് കയറ്റാം, അതിൽ എന്തൊക്കെ റിട്ടേണബിൾ ആണ്, എന്തൊക്കെ റിട്ടേണബിൾ അല്ല, അതൊക്കെ നമ്മളൊരു ലിസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവരുടെ സെക്യൂരിറ്റി കാണിച്ചു. അതിനുശേഷം നമ്മൾ നമുക്ക് അവിടെ ഗസ്റ്റ് ഹൗസ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗസ്റ്റ് ഹൗസിൽ പോയി. അന്നത്തെ രാത്രി അവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു. ബൈ റോഡ്
3 ലേഡീസ് മാത്രം പോവാന്ന് പറയുന്നത് കേൾക്കുന്നവർക്കും ഒരു ലൈക്ക് വണ്ടർ അടിച്ച് നിൽക്കുന്നത്. നിങ്ങൾ മാത്രം എങ്ങനെ, അത് ഞങ്ങൾ ബാക്കി 2 പേർക്കും ഡ്രൈവിംഗ് അറിയില്ല, ലിസി മാം തന്നെ ഡ്രൈവ് ചെയ്യണം. അത് എല്ലാവരും ലൈക്ക് എങ്ങനെ അത് പോസിബിൾ ആവും എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങളൊരു വിമൻ ടീമാണ്, ഞങ്ങളെ കൊണ്ട് പറ്റും, ഇതൊരു ചാലഞ്ചായിട്ട് ഞങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് അത് പറ്റും എന്നുള്ളൊരു ഫുൾ കോൺഫിഡൻസോടെ തന്നെയാണ് ഞങ്ങൾ അതിനെ ഇറങ്ങിത്തിരിച്ചത്. ഒരു ത്രില്ലർ ഫിലിം പോലെയൊക്കെ നമ്മളെ 3 ലേഡീസ് മാത്രമായിട്ട് ആ പേലോടും കൊണ്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. ആൻഡ് ആ ഒരു നമ്മൾ ഷാറിലേക്ക് എത്തുന്ന ആ ഒരു ഇത് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഐലൻഡ്, മൊത്തം വെള്ളത്തിന് ചുറ്റും. ആ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ആൾ താമസവും ഒന്നുമില്ല, മൊത്തം കുറേ പുഴയും വെള്ളവും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. അത് പോകും തോറും ആ ഒരു ഷാറിൻ്റെ അത് അടുക്കും തോറും നമ്മുടെ ഉള്ളിലുള്ള ഒരു ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെൻറ്റും അല്ല, ഓക്കെ നമ്മളിവിടെ എത്തിപ്പെടുവാണ്, ഞങ്ങളുടെ പേലോടും കൊണ്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ, ഞങ്ങളുടെ സ്വപ്നം എത്രയോ കാലം കൊണ്ട് മീൻസ് ആഗ്രഹിക്കുന്ന ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ആ കാറിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന, അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന 3 റോക്കറ്റ്, ആ 3 റോക്കറ്റ് ആ ഒരു സർക്കിളിൻ്റെ അവിടെ 3 റോക്കറ്റ് വെക്കുന്നു, അവിടേക്ക് നമ്മളിങ്ങനെ വരുവാണ്. അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും വലിയൊരു പ്രൗഡസ്റ്റ് മൂമെൻ്റ് ആണ്. നമ്മുടെ മൊത്തം ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ പോവുകയാണ്. 5 o'clock വരെ എന്തോ ഓഫീസുള്ളൂ, അത് ഫുൾ ടെൻഷനായിരുന്നു. ഇപ്പോൾ പാസ് കിട്ടില്ല, ഞങ്ങൾക്ക് അകത്ത് കയറാനും പറ്റില്ല, ഞങ്ങൾ പുറത്താവും. പിന്നെ ഇനി പുറത്ത് ഇറങ്ങണമെങ്കിൽ തന്നെ 150 kilometers മൊത്തം ബാക്കിലേക്ക് ട്രാവൽ ചെയ്താലേ നമുക്ക് പുറത്ത് ആൾവാസമുള്ള ഒരു ഏരിയയിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയൊക്കെ കാര്യം പറഞ്ഞ് എടുത്തു, കാർ പാസം കിട്ടി, വീണ്ടും പോയി, അകത്ത് പോയി, വീണ്ടും അടുത്തൊരു സെക്യൂരിറ്റി റീസൺ ആ ഒരു സെക്യൂരിറ്റി ഏരിയയിൽ വന്നു, വീണ്ടും അവരെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. നമുക്ക് എന്താ വഴി പോലും നമുക്കറിയത്തില്ല, എങ്ങോട്ട് പോകണം. ഒരു വാസ്റ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു വാസ്റ്റ് ഏരിയ. അത് എങ്ങോട്ട് റോഡ് പല ഇടത്തേക്കൊക്കെ കിടക്കുക, എങ്ങോട്ട് പോകണം വഴി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നമ്മൾ 3 ലേഡീസ് മാത്രം. വീണ്ടും അവിടെ കുറേ യൂണിഫോം ഇട്ട ആൾക്കാർ വന്നു, വീണ്ടും ക്വസ്റ്റ്യൻസ് തുടങ്ങി. അവരടുത്ത് കുറേ കഥകൾ പറഞ്ഞു, എന്തിനാണ് ഇവിടെ വന്നതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പിന്നെയാണ് അറിയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറേണ്ട, സൈഡിൽ കൂടെയാണ് പോകേണ്ടത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്താനും. അത് ഫുൾ വീണ്ടും സൈഡിൽ കൂടെ കയറി, വീണ്ടും ഫുൾ അവിടെ മൊത്തം കിടന്ന് കറങ്ങി. ഗസ്റ്റ് ഹൗസ് ഏതാണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, വഴി അറിയത്തില്ല, ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല. ചോദിക്കുന്നവർ എവിടെയോ ആണെന്ന് പറഞ്ഞു, പക്ഷേ അത് ഫുൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വീണ്ടും നമ്മൾ നിന്നടുത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തുന്ന രീതിയായിരുന്നു. അപ്പോഴാണ് ദേവദൂതനെ പോലെ നമ്മളെ വേറൊരു പേലോഡ് ടീം അവിടെ നമ്മുടെ ഇവിടെ VSS ടെസ്റ്റിങ്ങിന് വന്നപ്പോൾ കണ്ടു പരിചയമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് അയാളെ കണ്ടപ്പോൾ ഞങ്ങൾ കാർ നിർത്തി എവിടെ ഇതെന്ന് ചോദിച്ചു. പിന്നെ ആ ആളാണ് ഞങ്ങളുടെ അവിടെ കാറിൽ കയറി വന്ന് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേലോട്ടായിരുന്നു ആദ്യം അവിടെ അസംബിൾ ചെയ്യുന്നത്. അവർ ഫസ്റ്റ് അസംബിൾഡ് പേലോഡ് നമ്മുടെ ആയിരുന്നു, VSAT ആയിരുന്നു ഫസ്റ്റ് അസംബിൾഡ് പേലോഡ്. അവിടെ നിന്ന് ഒഫീഷ്യൽ സാർ പറഞ്ഞായിരുന്നു, നിങ്ങളുടെയാണ് ആദ്യമായിട്ട് വയ്ക്കുന്നത്, ബാക്കിയെല്ലാം അതുപോലെ ശുഭകരമായിട്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്നത്. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് ജീവിതത്തിൽ കിട്ടാത്തൊരു വലിയൊരു ഭാഗ്യമാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇത്രയും ഐസൊലേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇത്രയും സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം നോക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കയറാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമായിരുന്നു. ടോട്ടൽ അവിടെ 10 പേലോഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ആകെ ഒരു പേലോഡ് നമ്മുടെ VSAT മാത്രമായിരുന്നു. മാത്രമല്ല സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വലിയ വലിയ സ്റ്റാർട്ടപ്പ് കമ്പനീസും VSS നിന്നുള്ള പേലോഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ലേഡീസ് ആയിട്ട് കയറുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അറിയാം VSAT ടീമാണ് വരുന്നത്. നമ്മുടെ യൂണിഫോം ഇല്ലാതെ പോയാൽ പോലും അറിയാം VSAT ടീമാണ് ഈ വരുന്നത്, നിങ്ങൾ VSAT ടീം അല്ലേ എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ച പലരും ഉണ്ടായിരുന്നു അവിടെ. സത്യം പറഞ്ഞ ഒരു സർജറി എന്ന് വെച്ചാൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളെല്ലാം ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് നമ്മൾ കയറുന്ന പോലെ അതിൻ്റെ അകത്ത് കയറുന്നത്. നമ്മുടെ ആ പേലോഡ് അവിടെ കൊണ്ട് നമ്മൾ എത്തിക്കാൻ വേണ്ടി പോവുക. അവിടെ നമ്മളത് കൊണ്ടുവന്ന് വെച്ചു. ബാക്കിയുള്ളവരെല്ലാം ലൈക്ക് ഡോക്ടേഴ്സിനെയൊക്കെ കണക്ക് എല്ലാവരും ഇങ്ങനെ വന്ന് അതെന്താണ് ഇതാണ് എല്ലാം ഇങ്ങനെ നോക്കുവാണ്, എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ സ്ക്രൂ ചെയ്യണം എന്നുള്ളതല്ല. ലൈക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പക്ക നമ്മളിങ്ങനെ കയറുന്ന കണക്ക് കയറി അവിടെ ഉള്ളവരെല്ലാം ഭയങ്കര ഡിസ്കഷനാണ്, ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാവരും നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലും എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, VSAT ടീമല്ലേ, കേട്ടിട്ടുണ്ട്, എല്ലാം അവർക്ക് അറിയാം നമ്മൾ VSAT ടീമാണ്. അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു ഇങ്ങനെ ലൈക്ക് കേരളത്തിൽ നിന്ന് നമ്മുടെ ഒരു ടീം ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെയും കുറേ പേര് ഉള്ളതല്ല ഇവിടുത്തെ VSS ആൾക്കാർ തന്നെയായിരുന്നു, അപ്പോൾ മലയാളീസ് തന്നെയായിരുന്നു അവിടെയും കൂടുതലാണ്. അപ്പോൾ അവർക്കും അതൊരു പ്രൗഡ് മൂമെൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ നിന്ന് 3 വിമൻ മാത്രം ഇങ്ങനെ വന്ന് നമ്മുടെ പേലോട് കൊണ്ട് അവിടെ കൊടുക്കുക എന്ന് പറയുന്നത് അവർക്കും അതൊരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. അതിനെയും കാട്ടി ഭയങ്കര എക്സൈറ്റഡും പ്രൗഡും ആയിരുന്നു നമ്മളത്. ശരിക്കും പറഞ്ഞൊരു ഗൂസ് ബംസ് ഒക്കെ കിട്ടുന്ന ആ ഒരു രീതിയായിരുന്നു ഞങ്ങൾക്ക്. അത്രയും എക്സൈറ്റഡ്, അത്രയും എന്തോ ഒരു
എന്തോ നേടി എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി അത് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ തന്നെ അവരത് സ്ക്രൂ ചെയ്തു, ഞങ്ങളെ നിർത്തി ഫോട്ടോ വരെ എടുപ്പിച്ചു. അത് കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല, ബട്ട് ഞങ്ങളെ കൊണ്ട് ആ പേലോടുമായിട്ട് ഫോട്ടോ എടുത്തു. അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഞങ്ങളെയും വലിയ കാര്യമായിരുന്നു. ഫോട്ടോ എടുപ്പിച്ചു, എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ പ്രീവിയസ് കോർഡിനേറ്റേഴ്സ് ആയിരുന്നു ശ്രുതി ചേച്ചി, കൗസൽ ചേച്ചി. അവരുടെ കയ്യിൽ നിന്ന് ബാറ്റ് വാങ്ങുമ്പോൾ പോലും ഇങ്ങനെ ലോഞ്ച് നടക്കുമോ, അങ്ങനെ ഒരു ലോഞ്ച് നടക്കണം എന്നൊക്കെ ഉണ്ടാകും, പക്ഷെ അങ്ങനെ നടക്കുമോ, യഥാർത്ഥമായിട്ട് നമ്മളെ കൊണ്ട് അങ്ങനെ സാധിക്കുമോ, അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നടക്കുമോ ഇല്ലേ എന്നുള്ളൊരു സ്റ്റേജ് ആയിരുന്നു അപ്പോഴൊക്കെ. ആക്ച്വലി നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പേലോ ടീംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാത്രമായിരുന്നു ആകെ കേരളത്തിൽ നിന്നുള്ളൊരു ടീം, അതും 3 വിമൻ. അവിടെ നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഓക്കെ ഇതാണ് വിസാറ്റ് ടീം. അവിടെ ഉള്ള ഹയർ ഒഫീഷ്യൽസ് വരെ വന്ന് ചോദിക്കുന്നത്, ഓക്കെ വിസാറ്റ് ടീം അല്ലേ, നിങ്ങൾ എന്താ ഇതിൻ്റെ പർപ്പസ് എന്താ, അവർക്കും വലിയൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണെന്നുള്ള. അവിടെ ബാക്കി വലിയ സ്റ്റാർട്ടപ്സിന്നും പിന്നെ വലിയ പൊസിഷൻസിലുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ വന്നിട്ട് ഓരോ പേലോടും ലോഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആകെ സ്റ്റുഡൻസ് ആയിട്ടുള്ളത് നമ്മളായിരുന്നു. അവർ നോക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾക്കാരുടെ ഇടയിൽ കളിച്ച് ചിരിച്ച് ഭയങ്കര ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കുറച്ച് 3 പേര് ഞങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ഫുൾ എൻജോയ് ചെയ്യാമായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഓരോ ടെസ്റ്റിന് പോകുമ്പോൾ അത്രയും ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ചില്ലായിട്ട് ഒരു ടെൻഷനില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള പോലെ നമ്മുടെ പേരിലോടിന് ഒരു കുഴപ്പവും പറ്റില്ല, നമ്മുടെ റീഡിങ്സ് എല്ലാം പക്കയായിരിക്കും, അത്രയും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞങ്ങൾ തന്നെ. ആൻഡ് എല്ലാ ടെസ്റ്റിനും ആദ്യം വിളിക്കുന്ന വിസാറ്റിനായിരുന്നു. പക്ഷെ അതൊരു ഐശ്വര്യം പോലെ, ലൈക്ക് അവർക്കും ഒരു ഉറപ്പുള്ള പോലെ, ഇതിന് ഒരു കംപ്ലൈൻറ്റും കാണില്ല, ഇവിടെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളും അത് അവിടെ നിന്ന് പറയാം, നമ്മുടെ വിസാറ്റ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താണെങ്കിലും ഒരു ഫെയിലിയർ ആവത്തില്ല, അതിൻ്റെ റിസൾട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തന്നെ. ആൻഡ് പിന്നെ 24-നാണ് നമ്മൾ MCCയിൽ കയറുന്നത്, മിഷൻ കൺട്രോൾ സെൻറ്ററിൽ കയറുന്നത്. അന്ന് 12:30 ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കോൾ വരുവാണ്, ഒരു 12 o'clock ആകുമ്പം ഒരു കോൾ വരുവാണ്, നിങ്ങൾ 12:30 ആകുമ്പം പെട്ടെന്ന് അവിടെ എത്തണം, ചന്ദ്രമൗലി സാറ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞങ്ങൾ 12:30 ആകുമ്പോൾ അവിടെ റിപ്പോർട്ട് എല്ലാ ടെസ്റ്റിങ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ എല്ലാം നമ്മുടെ പേലോഡിൻ്റെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ് വിളിക്കും. നിങ്ങൾ ഫുഡ് പോലും കഴിക്കാതെ അവിടെ നിന്ന് എല്ലാം എടുത്ത് ഈ ടെസ്റ്റ് റിപ്പോർട്ട്സ് എല്ലാം എടുത്ത് ഇറങ്ങി ഓടുക ചെയ്തത്. ഞങ്ങൾ വന്നു, അവിടെ എത്തി, പിന്നെ കുറേ നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. 12:30 ആയി, പിന്നെ അത് നല്ല ഡിലേ ആയി. അന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പം തന്നെ അറൗണ്ട് 10:30 കഴിഞ്ഞു. അതുവരെ ഞങ്ങൾ അതിൻ്റെ അകത്തായിരുന്നു, മൊത്തം പേലോ ടീംസും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അന്ന് അവിടെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേലോ ടീംസ് ബാക്കിയുള്ള പേലോ ടീംസും അവർ ലൈക്ക് പല പേലോ ടീംസ് എന്നുള്ള രീതിയിലല്ല, നമ്മളൊരു ഒറ്റ ടീം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ റീഡിങ്സ് എടുക്കാനായിരുന്നാൽ അവർ നോക്കുന്നുണ്ട്, അവരത്രയും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ നമ്മളുടെ റീഡിങ്സ് കറക്റ്റ് ആകുമ്പോൾ അവർ ഓ കൺഗ്രാറ്റ്സ്, അവർക്കും അത് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് അങ്ങോട്ടും അവരുടെ ഓരോന്നും കറക്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കും അത് ഇതായിരുന്നു. അവരെ ലൈക്ക് എല്ലാവരും ഒരു ഒറ്റ ടീം പോലെയാണ് നിന്നത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത്. ആ MSCസിൻ്റെ അകത്തൊക്കെ കയറുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഈ ലൈക്ക് ഈ ഹോളിവുഡ് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസിലൊക്കെ ന്യൂസിൽ കണ്ടിട്ടുള്ള പോലെ, ആ കൺട്രോൾ സിസ്റ്റത്തിനകത്തിരുന്ന് ടെലമെട്രിയിൽ നിന്ന് കിട്ടുന്ന റീഡിങ്സ് ഒക്കെ അവിടെ കണ്ടിട്ടുള്ളത് മാത്രം. ബട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ശരിക്കും വല്ലാത്ത ഒരു എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ അത്രയും ഭയങ്കര എക്സൈറ്റഡും പ്രൗഡും ആയിരുന്നു. ആൻഡ് നമ്മൾ ശരിക്കും ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ മൊമെൻറ്റ്സും എൻജോയ് ചെയ്തു, ഒരു ഇതുപോലും മിസ് ഔട്ട് ആക്കാതെ ഇങ്ങനെല്ലാം അവിടെ എല്ലാം ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നത് എല്ലാം കാണും, എല്ലാം പഠിക്കുക എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ വരുന്നത്. അടുത്ത ദിവസമായപ്പോൾ അപ്പോൾ നമ്മൾ MCCയിൽ മിഷൻ കൺട്രോൾ സെൻറ്ററിൽ ഞങ്ങളുടെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ച് ഗസ്റ്റ് ഹൗസിൽ വന്നു. അടുത്ത ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾ ഫൈനൽ സ്റ്റേജ്, അതായത് നമ്മുടെ ക്രിസ്മസ് 25 ഡിസംബർ ആയപ്പോൾ ഞങ്ങളുടെ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുക. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൂവിങ് സ്ട്രക്ചറായ MST, അതായത് മൊബൈൽ സർവീസ് ടവറിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. അവിടെ ശരിക്കും നമ്മുടെ ആക്ച്വൽ PSLVനെയാണ് കണ്ടത്. അതൊക്കെ കണ്ട എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇതൊന്നും കാണുമെന്ന് വിചാരിച്ച ഒരു കാര്യമല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് വന്നപ്പോൾ ശരിക്കും ഒരു വാക്യൂമിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റ്, അത് എന്തായി തീരുമെന്ന് പോലും അറിയാത്ത ഒരു പ്രോജക്റ്റ്, അതിൻ്റെ ആ ഫൈനൽ ബാറ്റൺ കൊണ്ട് ഞങ്ങൾ ആക്ച്വൽ PSLVൻ്റെ അടുത്ത് നിൽക്കുക. ഞങ്ങൾ PSLV C58നെ കണ്ട് നിൽക്കുകയാണ്. അതെന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ലൈഫിൽ എന്ന് വെച്ചാൽ ഈ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. നടക്കുകയോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാത്തൊരു സ്റ്റേജ് നമുക്കുണ്ടായിരുന്നു, ഒരു വാക്യൂമിൽ തുടങ്ങിയ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ എന്ന് വെച്ചാൽ ഫുൾ കംപ്ലീറ്റ് പ്രോസസ്സ്, എല്ലാ കംപ്ലീറ്റ് പ്രോസസ്സും കഴിഞ്ഞു. നമ്മുടെ സ്വന്തം പേലോഡ് വുമൺ ഓൺലി എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ VSAT എന്ന് പറഞ്ഞ പേലോഡ് മാനം മുട്ടാൻ പോകുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ്.
നമ്മുടെ വിസാറ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് പവേർഡ് പേലോഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറ്റ് ഷീൽഡ് സെപ്പറേറ്റ് ആവുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ ഡേറ്റ കിട്ടും. അപ്പോൾ ഈ 10 പേലോഡിൽ ആദ്യം ഡേറ്റ കിട്ടുന്ന ഒരു പേലോഡ് വിസാറ്റ് തന്നെയായിരിക്കും. അതിൻ്റെയും ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഒരു മിഷൻ്റെ ഫസ്റ്റ് ഡേറ്റ കിട്ടാൻ പോകുന്നത് ഞങ്ങൾക്കാണ്. അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മൾ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ വളരെ ആദ്യം മുതൽ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങളോടൊപ്പം നിന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മാഡമാണ്. മാഡം ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഞങ്ങളോട് ഒപ്പം നിന്ന് ഞങ്ങളോട് ഇതിന് എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് വളരെ ക്യൂരിയസ് ആയിട്ട് ഞങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മിനിസ്റ്റർ വഴി ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടിങ്ങും ഇതിന് ലഭിച്ചിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ്ങും ലഭിച്ചിട്ടുണ്ട്. ഇത് വിമൻ എംപവർമെൻറ്റിൻ്റെ മികച്ചൊരു ഉദാഹരണം തന്നെയാണ്. ഇത് ലോകത്തിന് ഞങ്ങൾ വനിതകളുടെ ന്യൂ ഇയർ സമ്മാനമാണ്.